ബണ്ടിനടിയിൽ കൂടി ഒരു ബോഡി, ഇത്രയും വെയിറ്റുള്ള ഒരു ബോഡി, അത് ഏകദേശം എനിക്ക് തോന്നുന്നു 18 കിലോ 20 കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ട്, 20 കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ടായിരിക്കാം. അപ്പോൾ അത്രയും വെയിറ്റുള്ള ഒരു ബോഡിയെ വെള്ളം ഒഴുക്കിയെടുത്ത് ബണ്ടിനടിയിൽ കൂടി കൊണ്ടുപോകവേ എങ്ങനെയാണ് ഈ ഷോള് ബോഡിക്കൊപ്പം പോകുന്നത്? ബോഡിയും ഷോളും തമ്മിൽ വെയിറ്റ് ഒന്നല്ലല്ലോ. അല്ല, ഫിസിക്സ് ഒക്കെ പഠിച്ചവരല്ലേ നമ്മൾ, ഫിസിക്സ് പഠിച്ചവരാണല്ലോ, അപ്പോൾ നമുക്കിത് അറിയാമല്ലോ. ജോണേട്ട സയൻസ് ആയിരുന്നു +2? അല്ലല്ല. അപ്പോൾ ഫിസിക്സ് പഠിച്ചവർക്ക് ഇത് മനസ്സിലാവുമല്ലോ. ഒരേ വെയിറ്റുള്ള വസ്തുക്കളെ മാത്രമേ വെള്ളത്തിന് ഒരേ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരേ വെയിറ്റ് ഉണ്ടായിരിക്കണം. കുട്ടി ധരിച്ച വസ്ത്രം അത് ശരീരത്തിലുണ്ടാകും, കാരണം അത് ബോഡിയുടെ കൂടെ കിടക്കുന്നതാണ്. ഷോൾ അങ്ങനെയല്ല, ഷോൾ പിൻ ചെയ്തിരിക്കുന്ന സാധനമല്ല. ബോഡിയും ഷോളും തമ്മിൽ ഈ കഴുത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു സാധനം എന്നല്ലാതെ ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാണ് ഒരേ സ്ഥലത്ത് ഒരേ വെയിറ്റുള്ള വസ്തു വന്ന് കിടക്കുന്നത്?